നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഓം നമോ നാരായണായ. ദശകം 80 സ്യമന്തകം. വസന്ത തിലകം വൃത്തത്തിലാണ് ഇതിലെ ആദ്യത്തെ ശ്ലോകം. പിന്നീട് പല വൃത്തങ്ങൾ മിശ്രിതമായിട്ട് വരുന്നുണ്ട്. തന്റെ ബാലലീലയാൽ ഗോകുലത്തെ മുഴുവൻ രസിപ്പിച്ച ഭഗവാൻ പിന്നീട് മധുരയിലെത്തിയിട്ട് അവിടെ ഗോകുലത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പല അസുരന്മാരെയും കൊന്നിട്ട് തന്റെ വീരത പ്രകടിപ്പിച്ചയാളാണ്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ ഓർക്കുന്നത് ഭഗവാന്റെ ആ ഒരു കംസവധത്തെയാണ്. ഒപ്പം തന്നെ ജരാസന്ധനുമായിട്ടുള്ള യുദ്ധവും പിന്നീട് രുക്മിണിയെ ഹരിച്ചതും, ഇങ്ങനെ ഒരു വീരപുരുഷന്റെ പരിവേഷവും കൂടെ ചാർത്തി കിട്ടിയ ആ ഭഗവാൻ പക്ഷേ വളരെ അവിചാരിതമായിട്ട് ഭഗവാൻ തന്റെ മനസാ വാച കർമ്മണ അറിയാത്ത ഒരു കാര്യത്തിന് വലിയ ഒരു അപവാദം കേൾക്കേണ്ടി വന്ന ഒരു കഥയാണ് ഈ ഒരു സ്യമന്തകം എന്ന ദശകത്തിൽ പറയുന്നത്. ഇതിന് കാരണമായത് സത്രാജിത്ത് എന്ന ഒരു യാദവ പ്രമുഖനാണ്, ഒരു പ്രമാണിയാണ് അദ്ദേഹം. അദ്ദേഹം സൂര്യദേവന്റെ വലിയ ഒരു ഉപാസകനായിരുന്നു. അപ്പോൾ സൂര്യദേവൻ സത്രാജിത്തിന്റെ ഈ ഉപാസനയിൽ സംപ്രീതനായിട്ട് വിശിഷ്ടമേറിയ ഒരു സ്യമന്തക രത്ന മണി ഇദ്ദേഹത്തിന്, ഈ സത്രാജിത്തിന് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ സ്യമന്തക രത്നം വെച്ച് പൂജിക്കുന്ന ഗൃഹത്തിൽ അതിന്റെ ആ ഒരു ദിവ്യശക്തിയാൽ പ്രതി ദിവസം 8 ഭാരം സ്വർണം, അത്രയും കിലോ സ്വർണം എന്നായിരിക്കാം, അതാണ് അന്നത്തെ ഒരു കണക്ക്. ഇത്രയും സ്വർണമുണ്ടാകും. അതുപോലെ ദുർമരണങ്ങൾ ഉണ്ടാവുകയില്ല, അസുഖങ്ങൾ വരികയില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഐശ്വര്യം ആ ഗൃഹത്തിൽ ഉണ്ടാകും. ഗൃഹത്തിൽ എന്നല്ല, എവിടെയാണോ അത് പൂജിക്കപ്പെടുന്നത് അവിടെ. അങ്ങനെ ഒരു വൈശിഷ്ട്യം ഉള്ള ഒരു രത്നമാണ് ഈ ഒരു സ്യമന്തക രത്നം. ഒപ്പം തന്നെ ആ സൂര്യന്റെ അതേ തേജസ്സാണത്രേ ഈ ഒരു മണിക്ക്. അപ്പൊ ഈ ഒരു മണി കിട്ടിയ ആ സത്രാജിത്ത് തന്റെ കഴുത്തിൽ അത് അണിഞ്ഞുകൊണ്ട് ഒരിക്കൽ ദ്വാരകയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ വിചാരിച്ചത് സാക്ഷാൽ സൂര്യദേവൻ ആണെന്നാണത്രേ. അങ്ങനെ ഇവരൊക്കെ പോയിട്ട് ഭഗവാനോട് പറയാണ്, അതാ അങ്ങയെ കാണാൻ സൂര്യദേവൻ തന്നെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഭഗവാന് കാര്യം മനസ്സിലായി. ഭഗവാൻ പറഞ്ഞു, ഇത് സൂര്യനൊന്നുമല്ല, സൂര്യന്റെ ആ ഒരു സൂര്യൻ ദാനം ചെയ്ത സ്യമന്തകമണിയുടെ ആ ഒരു പ്രഭാവമാണ്, അതിന്റെ തിളക്കമാണ് നിങ്ങളീ കാണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു രത്നത്തിന്റെ വൈശിഷ്ട്യം അറിയാവുന്ന ഭഗവാൻ ഈ സത്രാജിത്തിനോട് പറയുകയാണ്, ഈ ഒരു രത്നം ഒരു ഗൃഹസ്ഥനായ അങ്ങയുടെ വീട്ടിലിരിക്കുന്നതിനേക്കാളും
സത്രാജിത്ത് ഇതിനെ പൂജിക്കുന്നത് തന്റെ ഗൃഹത്തിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ അതിനായിട്ടൊരു ഒരു സ്ഥലമൊക്കെ പ്രത്യേകം വെച്ചിട്ടാണ് പൂജിക്കുന്നത്. എന്നിരുന്നാലും ഭഗവാൻ പറഞ്ഞു, ഇത് യാദവ കുലത്തിന് മുഴുവൻ ഇതിന്റെ ഒരു വൈശിഷ്ട്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജാവായിട്ടുള്ള യാദവ രാജാവായിട്ടുള്ള ഉഗ്രസേനന് ഇത് കൊടുത്താൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ഈ ഒരു മണിക്ക് വേണ്ടി, സ്യമന്തക രത്നം, ആ രത്നത്തിനു വേണ്ടി ഭഗവാൻ ആ സത്രാജിത്തിനോട് ചോദിച്ചതിനെ ഒരു യാചനയായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായത്തിന്റെ ആദ്യത്തെ ശ്ലോകം പറയുന്നത്. സത്രാജിതഃ ത്വം അധ സത്രാജിതസ്ത്വമധ ലുബ്ധവദ് അർക്കലബ്ധം ലുബ്ധവദർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവൻ അയാചീഹി തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയി രതാം ഛലതഃ വിവോഢും. ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, അധ പിന്നീട്, അതായത് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് പറയാൻ പോകുന്നത്. ത്വം അങ്ങ്, ലുബ്ധവത് ഒരു കൊതിയനെ പോലെ തനിക്കത് തരുമോ എന്ന രീതിയിൽ ചോദിച്ചു എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത്. അതാണ് ഒരു കൊതിയനെ പോലെ തനിക്കത് വേണം എന്നൊരു കൊതിയനായിട്ടുള്ള ഒരാൾ ആഗ്രഹിക്കുന്നത് പോലെ അർക്കലബ്ധം, അർക്കൻ സൂര്യൻ, ആ സൂര്യനിൽ നിന്ന് ലബ്ധം കിട്ടിയ സത്രാജിതഃ, ആ സത്രാജിത്തിന് കിട്ടിയ ദിവ്യമായിട്ടുള്ള സ്യമന്തക മണിം, ആ സ്യമന്തക മണിയെ അയാചീഹി യാചിച്ചുവല്ലോ. ഇനി അതിന് ഇങ്ങനെ യാചിക്കാൻ കാരണമായിട്ട് മേൽപ്പത്തൂർ തന്നെ ചില കാരണങ്ങൾ സ്വയം ഒന്ന് സങ്കല്പിക്കുകയാണ്. തത് കാരണം, അതിന് കാരണം ബഹുവിധം പലതാണ് എന്ന് മമ ഭാതി എനിക്ക് തോന്നുന്നു. ഇത് മേൽപ്പത്തൂരിന്റെ ഒരു അഭിപ്രായമാണ്. ത്വയി രതാം, ഭഗവാനെ അങ്ങയിൽ പ്രണയാസക്തയായ അനുരക്തയായ തസ്യ, ആ സത്രാജിത്തിന്റെ ആത്മജാം പുത്രിയായിട്ടുള്ള ആ സത്യഭാമയെ ഛലതഃ വിവോഢും സൂത്രത്തിൽ വിവാഹം ചെയ്യാൻ വേണ്ടിയാണ് നൂനം എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അല്ലാതെ അങ്ങ് ഇങ്ങനെ ഒരു കൊതിയനെ പോലെ യാചിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയാണ്. അപ്പൊ ഇവിടെ അങ്ങനെ തോന്നാൻ കാരണം, ഒന്ന്, സത്രാജിത്തിന്റെ അതിസുന്ദരിയായ മകളാണ് സത്യഭാമ. ആ സത്യഭാമയെ എന്നാൽ സത്രാജിത്ത് ശതധന്വാവ് എന്ന ഒരു യാദവന് വിവാഹം ചെയ്ത് കൊടുക്കാം എന്ന് വാക്കുകൊടുത്തിരുന്നു. കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ വാക്കുകൊടുത്തിരുന്നു. അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നാൽ ഭഗവാൻ അറിയാം, ഈ സത്യഭാമ ഭൂമിദേവിയുടെ അവതാരമാണ്. ആ ഭൂമിദേവിയുടെ അവതാരമായ സത്യഭാമ തീർച്ചയായും ഭഗവാനുള്ളതാണ്. അതുപോലെ തന്നെ ആ സത്യഭാമയ്ക്കും ഭഗവാനിൽ അത്യധികമായ അനുരാഗം ഉണ്ട് എന്ന് ഭഗവാന് അറിയുകയും ചെയ്യാം. അപ്പൊ അവളെ കല്യാണം കഴിക്കാൻ അങ്ങ് ഇങ്ങനെയൊരു നാടകം ആസൂത്രണം ചെയ്തതാണ് എന്ന് എനിക്ക് തോന്നുന്നു എന്നതാണ് ഇവിടെ ഒരു സംശയം മേൽപ്പത്തൂർ പറയുന്നത്. അപ്പൊ ഈ സംശയം സത്യമായിരുന്നു എന്ന് വരുത്തുന്ന രീതി, അല്ലെ അങ്ങനെ കാണുന്ന രീതിയിലാണ് ഇനി നമുക്ക് ഈ കഥ മുന്നോട്ടു പോകുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ എന്തായാലും ഭഗവാൻ ആ സ്യമന്തക മണിയെ തനിക്ക് വേണമെന്ന് സത്രാജിത്തിനോട് യാചിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ദശകം ആരംഭിക്കുന്നത്. ദശകം 80. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം സത്രാജിതസ്ത്വമധലുബ്ധവദർക്കലബ്ധം
ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാചി തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയിരതാം ചലതോ വിവോഢും. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാ മഹാത്മാക്കളെയും സ്മരിക്കുന്നു, ഗുരുക്കന്മാരെയും പിതൃക്കളെയും അതുപോലെ വ്യാസ ഭഗവാനെയും ഭട്ടപാദരെയൊക്കെ ഓർത്തുകൊണ്ടാണ് ശ്രീമന്നാരായണീയത്തിലേക്ക് കണ്ണോടിക്കുന്നത്. ഭഗവത് ലീലകളിൽ സുപ്രധാനമായി കരുതാവുന്ന രുക്മിണി സ്വയംവരം, രുക്മിണി അപഹരണം കഴിഞ്ഞ് ഇനി അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ സവിശേഷതകൾ വർണ്ണിക്കുകയാണ് ഇവിടെ. ഓരോ വിവാഹവും അദ്ദേഹം ചെയ്തത് പല പ്രത്യേകതകളും ഉള്ളതായിട്ടാണ്. 80-ാം ദശകം നമുക്ക് നോക്കാം. അതിവിചിത്രമായ ഒരു ലീലയാണ് ഇവിടെ. ജാമ്പവതിയെ സ്വീകരിക്കുന്നതും സത്യഭാമയെ വിവാഹം ചെയ്തതൊക്കെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ടും അതുപോലെ വിചിത്രമായിട്ടും തോന്നാം. 80-ാം ദശകം തുടങ്ങുന്നത് തന്നെ സത്രാജിത്ത് എന്നുള്ളതായ ഒരു യാദവനെ മുൻനിർത്തിക്കൊണ്ടാണ്. യാദവ കുലത്തിലെ അറിയപ്പെടുന്ന ഒരു ആളാണ് സത്രാജിത്ത്. അതായത് അനുഷ്ഠാനങ്ങളിൽ കൂടിയിട്ട് അല്ലെങ്കിൽ നല്ല ഉപാസനയിൽ കൂടിയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരാളായിട്ട് അദ്ദേഹത്തിനെ കാണാം. സത്രാജിത്ത് യാഗത്തിൽ കൂടി യോഗത്തിൽ കൂടിയൊക്കെ. പക്ഷേ അദ്ദേഹത്തിൽ ചെറിയൊരു മത്സരബുദ്ധി കൂടി ചേർന്നിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നാശത്തിന് കാരണമായത്. വളരെയധികം ആൾക്കാർ ദ്വാരകയിൽ പോകുന്നു, ഭഗവാനെ കാണുന്നു. തന്നെ കാണാൻ ആരും വരുന്നില്ല. അപ്പോൾ ധനത്തിൻ്റെ കുറവാണ് തനിക്ക് പ്രാധാന്യം കുറയാനുള്ള കാരണം എന്ന് അദ്ദേഹം ധരിച്ചു. ഇപ്പോഴും നമ്മളൊക്കെ സാധാരണ നിലയ്ക്ക് VIP എന്ന് പറയുന്നത് ധനികരെയാണ്. പക്ഷേ ഭാഗവതം പഠിപ്പിക്കുന്നു, പണത്തിൻ്റെ പിന്നാലെ പോയവരൊക്കെ ക്രമത്തിൽ പിണമായി തീരാറുണ്ട്. അതും പണം വേണം നമുക്ക്. അത് സ്വധർമ്മം അനുഷ്ഠിക്കാനായിരിക്കണം, ദാനധർമ്മങ്ങൾക്കായിരിക്കണം. അവിടെയാണ് ലക്ഷ്മിപ്രസാദം ഉണ്ടാവുക. അപ്പോൾ ശ്രീകൃഷ്ണനോട് എല്ലാവർക്കും ഇത്രയും താല്പര്യം വരാൻ കാരണം അദ്ദേഹം ധനികനായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തനിക്കും ധനം വേണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് സത്രാജിത്ത് സൂര്യഭഗവാനെ തപസ് ചെയ്തതും അദ്ദേഹത്തിൽ നിന്നും ധനസംബന്ധമായ വരം വാങ്ങിച്ചു. സമന്തകം മണി സൂര്യഭഗവാൻ കൊടുത്തു. ഓരോ ദിവസവും 8 ഭാരം സ്വർണം കിട്ടും. ജ്ഞാനസ്വരൂപനാണ്, ജ്ഞാനമൂർത്തിയാണ് സൂര്യഭഗവാൻ. സൂര്യ ഉപാസന കൊണ്ട് നേടേണ്ടത് ജ്ഞാനസിദ്ധിയാണ്. അതുപോലെ നല്ല ജീവിതമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സൂര്യനിൽ നിന്നും ജ്ഞാനമല്ല നേടിയത് സത്രാജിത്ത്, ധനമാണ്. അത് നിലനിൽക്കില്ല. അങ്ങനെ വലിയൊരു ധനികനായി തീർന്നു സത്രാജിത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ മകളുടെ വിവാഹത്തിനെ പറ്റി ചിന്തിച്ച് അദ്ദേഹം മകൾ വേറൊരാളുടെ പിന്നാലെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, യാദവരിൽ വലിയൊരു ധനികൻ്റെ മകനായിരിക്കുന്ന ശതന്വാവുമായിട്ടുള്ളതായി വിവാഹം നിശ്ചയിച്ചു. ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞെന്നും പറയാൻ വേണമെങ്കിലൊക്കെ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും സത്രാജിത്തിനെ കാണാൻ വരുന്നുണ്ട്, മണി കാണാൻ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ധനസ്ഥിതി കണ്ട് ആസ്വദിക്കാൻ വരുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം വന്നില്ല. അത് ഇദ്ദേഹത്തിനൊരു കുറച്ചിലായി തോന്നിയപ്പോൾ ഈ മണിയും കൊണ്ട് ദ്വാരയിലേക്ക് പോയി സത്രാജിത്ത്. അവിടെ കൊണ്ടുപോയി ആ മണി വളരെ കുറച്ച് അഭിമാനത്തോടു കൂടി തന്നെ ഭഗവാനെ കാണിച്ചു കൊടുത്തു. ഭഗവാൻ അത് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് അവിടത്തേക്ക് അത്ര ശോഭനമാവില്ല. കാരണം വിശിഷ്ടമായ ഇത്തരം രത്നങ്ങളൊക്കെ
അതും ധാരാളം ധനം പ്രദാനം ചെയ്യുന്ന ഈ രത്നങ്ങളൊക്കെ ലോക നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. സ്വാർത്ഥ താല്പര്യം കൊണ്ടല്ല കൊണ്ട് നടക്കേണ്ടത്. അതുകൊണ്ട് എനിക്കൊരു അഭിപ്രായമുള്ളത് എന്താ വെച്ചാൽ ഈ മണി രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കുകയാണ് നല്ലത് എന്ന് അത്യാഗ്രഹമുള്ള പോലെ അഭിനയിച്ചുകൊണ്ട് സത്രായത്തിനോട് ഈ ഒരാവശ്യം പറയുകയാണ്. അതാണ് ലുബ്ധൻ്റെ പോലെ ആ മണി ചോദിക്കുന്നു. അത്യാഗ്രഹി പോലെ തന്നെ ഒരഭിനയമാണ് അതൊക്കെ. കാരണം ഏറ്റവും വലിയ നാടകമാണ് ഭഗവാൻ കളിക്കുന്നത് ഇവിടെ. നാടകം എന്ന് വെച്ചാൽ നാടിൻ്റെ അകം കാണിക്കുന്ന അവസ്ഥ, ഇതാണ് നാടകം. ഊട്ടി വളർത്തേണ്ടതായ സ്ഥലമാണ് നാട്, തന്നെത്താനുണ്ടാവുന്ന സ്ഥലമാണ് കാട്. അപ്പോൾ ആ നാടിന് സന്ദേശം കൊടുക്കണം. അങ്ങനെ ലുബ്ധൻ്റെ പോലെ അത്യാഗ്രഹ പോലെ ചോദിച്ചു. അത് കൊടുത്തില്ല സത്രജിത്ത്. വളരെ ഒരുപാട് അയാച്ചി എന്നാണ് പറഞ്ഞേക്കുന്നത്, യാചിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് അത്യാഗ്രഹിയുടെ പോലെ. എന്തും നല്ല അഭിനയം നോക്കൂ ഭഗവാന്റെ. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഇതിന് പല കാരണങ്ങളും എൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്. കാരണം ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ പല സംഭവങ്ങളും വരാൻ പോകുന്നുണ്ട്. അതിന് നാന്തി കുറിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു നാടകം ഭഗവാൻ ചെയ്തത് എന്ന് തോന്നുകയാണ്. അതായത് ജാമ്പവാനെ കാണണം, ജാമ്പവതിയെ സ്വീകരിക്കണം, ജാമ്പവാനെ അനുഗ്രഹിക്കണം, അതുപോലെ തന്നിൽ അതിയായ പ്രേമമുള്ളതായ സത്രായത്തിൻ്റെ മകളെ ആയിരിക്കുന്ന സത്യഭാമയെ വിവാഹം ചെയ്യണം. ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നാടകം അഭിനയിക്കാണ്ട് പറ്റില്ല. കാരണം ലോക നാടകം നടത്തുന്ന ആളാണ് ഭഗവാൻ. നമ്മളായാലും ചിലപ്പോഴൊക്കെ ചില നാടകമൊക്കെ അഭിനയിക്കേണ്ടി വരും, സതുദ്ദേശത്തോട് കൂടിയിട്ട്, ദുരുദ്ദേശത്തോടു കൂടിയല്ല. അതൊക്കെ വേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്താലേ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് തത്കാരണം ബഹുവിധം മമഭാതി നൂനം ഉറപ്പിച്ച് പറയുകയാണ്. സത്രായത്തിൻ്റെ മകളായിരിക്കുന്ന സത്യഭാമിയെ അല്പം കപടമായിട്ട് തന്നെ എന്ന് പറയാം വിവാഹം ചെയ്യണം. കാരണം അത്രയ്ക്കും സത്യഭാമയ്ക്ക് ഭഗവാനോട് അടുപ്പുണ്ട്. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് നടന്നതെന്ന് വേണം വിചാരിക്കാനായിട്ട്. ഭഗവാനെയാണ് വേണമെന്നുള്ളത്. അപ്പോൾ അത് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായ അതിസുന്ദരമായൊരു നാടകം ആരംഭിക്കാൻ ഇവിടെ മണി കൊടുത്തില്ല. അന്ന് മാത്രമല്ല, എല്ലാവരും പറയാൻ തുടങ്ങി സത്രായത്ത് ഈ മണിയോട് ഈ ശ്രീകൃഷ്ണന് അത്യാഗ്രഹം ഉണ്ടായി, ഞാൻ കൊടുത്തില്ല, അതെനിക്ക് ഗുണപ്പെടാൻ ഞാൻ തപസ് ചെയ്തത് വാങ്ങിയത് എന്നൊക്കെയുള്ളതായ സ്വാർത്ഥ ചിന്ത അദ്ദേഹത്തിന് പൊട്ടിപ്പുറപ്പെട്ടു. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നതൊക്കെ അതിവിചിത്രമായ കഥാസന്ദർഭങ്ങളാണ്. നമുക്ക് നോക്കാം. അപ്പം അതുകൊണ്ടാണ് പണത്തിൻ്റെ പിന്നാലെ പോരുത്, പണം നമ്മുടെ പിന്നാലെ വരണം. നമ്മുടെ ധർമ്മചിന്ത കൊണ്ടും ധർമ്മവ്യവസ്ഥിതി കൊണ്ടും അതുപോലെ സത്കർമ്മത്തിൻ്റെ ഗുണം കൊണ്ടും പണം നമ്മുടെ പിന്നാലെ വരണം. വരും അത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നൊരു കഥാഭാഗമാണ് ഇവിടെ സത്യഭാമയുടെ വിവാഹത്തിൻ്റെ സൂചനയും സത്രായുധത്തിൻ്റെ ധനസമ്പാദനത്തിൻ്റെ അവസ്ഥയൊക്കെ പറയുന്നത്. ശ്രദ്ധിക്കണം എല്ലാവരും. ഹരിശരണം.